الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. زودني التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. ബഹുമാനപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാനിൻ്റെ ഏറെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ്, സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇതുപോലെ നാം ഒരുമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥന്മാരടക്കമുള്ള പ്രൗഢമായ ഒരു സദസ്സിന് മുന്നിലാണ് എളിയവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടെ തന്നെയാണ് സംസാരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ നിങ്ങൾ താക്കീത് ചെയ്യുക, മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കുക. നിശ്ചയമായും സത്യവിശ്വാസികൾക്ക് ആ രൂപത്തിലുള്ള താക്കീതുകൾ, മുന്നറിയിപ്പുകൾ അത് ഉപകരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സതുപദേശം നടത്തുന്നവരാണ് നാം എല്ലാവരും. ഈ ഒരു സദസ്സിൻ്റെ കൂലി എന്താണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇതുപോലെയുള്ള മജ്ലിസുകളുടെ അഫ്ളൽ, അതിൻ്റെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. وَمَا اجْتَمَعَ قَوْمٌ فِي بَيْتٍ مِّن بُيُوتِ اللَّهِ يَتْلُونَ كِتَابَ اللَّهِ وَيَتَدَارَسُونَهُ بَيْنَهُمْ إِلَّا نَزَلَتْ عَلَيْهِمُ السَّكِينَةُ وَغَشِيَتْهُمُ الرَّحْمَةُ وَحَفَّتْهُمُ الْمَلَائِكَةُ وَذَكَرَهُمُ اللَّهُ فِي مَنْ عِندَهُ. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മെ ഇവിടെ പിടിച്ചിരുത്തിയത്. കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുമ്പോഴും ഈ സദസ്സിൽ നമ്മെ പിടിച്ചിരുത്തിയത് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഹദീസുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത് വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും. അല്ലാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിലും അല്ലാഹുവിന്റെ അടിമകൾ ഒരുമിച്ച് കൂടുന്നില്ല. ഏത് രൂപത്തിലല്ല, അവർ പരിശുദ്ധ ഖുർആൻ ഓതുകയാണോ, അതുപോലെ തന്നെ ദീനിന്റെ ചർച്ചകൾ നടത്തുകയാണ്. ആ രൂപത്തിലുള്ള സദസ്സിൽ ഇതുപോലെ അനുഗ്രഹമില്ലാതെയില്ല. നസലത്തു അലൈഹിമുസ് സക്കീന, അല്ലാഹുവിന്റെ അനുഗ്രഹം അവിടെ ഇറങ്ങുകയാണ്. വഗശിയതുഹുമുർ റഹ്മ, അവന്റെ കാരുണ്യം കൊണ്ട് ആ സദസ്സിനെ അല്ലാഹു പൊതിയുകയാണ്. വഹഫത്തുഹുമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ പറയാതെ ആവരണം ചെയ്യുകയാണ്. അവിടെ കൂടിയ ആളുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല വദകറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു, ഇതിനൊക്കെ പുറമേതാ അല്ലാഹു അവന്റെ അടുക്കലുള്ള മലക്കുകളോട് സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ അവരുടെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണെന്ന് അല്ലാഹു അവരോട് മേനി പറയുമെന്നാണ്, പാപമോചനം ലഭിക്കുമെന്നാണ്. ഈ രൂപത്തിലുള്ള ഒരു സദസ്സിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല ഏതൊരു കാര്യത്തിലും അതിന്റെ നീയത്തിന് പ്രതിഫലമുണ്ട്. ആ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂലി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിനോട് ഈ രൂപത്തിലുള്ള സദസ്സിന്റെ കൂലി പറഞ്ഞപ്പോ, അതല്ലെങ്കിൽ റസൂൽ അത് പഠിപ്പിച്ചു കൊടുത്തപ്പോ സ്വഹാബത്ത് സംശയം ചോദിച്ചു, നബിയെ, പ്രത്യേകിച്ച് നെയ്യത്തുകളൊന്നും ഇല്ലാതെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടവരാണ്, പക്ഷേ ആ രൂപത്തിലുള്ള ഒരു മജ്ലിസ് കണ്ടപ്പോ, ഒരു സദസ്സ് കണ്ടപ്പോ ഞങ്ങൾ അവിടെ കയറിയിരുന്നു, ഞങ്ങൾക്ക് കൂലി കിട്ടുമോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, ആ സദസ്സിൽ വന്നിരിക്കുന്ന ഒരാൾക്കും നഷ്ടം സംഭവിക്കാത്ത സദസ്സാകുന്നു ആ സദസ്സ്. അത്രമാത്രം അല്ലാഹുവിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന ചിന്ത നമുക്കറിയാമല്ലോ. ഏതൊരു കർമ്മത്തിനും അതിന്റെ പ്രതിഫലത്തെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അല്ലാഹുവെങ്കിൽ ആ രൂപത്തിലായിരിക്കും അത് സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ്. പരിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും റസൂലുള്ളാഹി പറഞ്ഞിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബ എന്നുള്ളതാണ്. വിശ്വാസം വേണം, പ്രതിഫലത്തെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടുമാവണം നോമ്പെടുക്കേണ്ടത്. അങ്ങനെ നോമ്പെടുത്താൽ മുൻകഴിഞ്ഞ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചത് ആ രൂപത്തിലുള്ള ഒരു മജ്ലിസ്. മാത്രമല്ല ഇത് കഴിയുന്നത് വരെ കുറഞ്ഞ സമയം മാത്രമേ ഞാൻ സംസാരിക്കൂ. ഒരു 2 മണിയോടുകൂടെ ഏകദേശം ഇൻഷാ അല്ലാഹ് തീരുന്ന രൂപത്തിലാണ് സംസാരം ഉണ്ടാവുക. സദസ്സിന്റെ അവസാനം വരെ ഇരിക്കുന്നതിന്റെ പുണ്യം എന്താണെന്ന് കൂടെ നമ്മൾ അറിയണം. ഏതൊരു കർമ്മവും അല്ലാഹ് കബൂൽ ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് അവസാനത്തിലാണ്, ആദ്യത്തിലല്ല. അത് മനുഷ്യന്റെ ജീവിതമാണെങ്കിലും അങ്ങനെയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിലെ കൂലിയാണെങ്കിൽ എന്തും അങ്ങനെ തന്നെ അല്ലേ? റമദാനിന്റെ ആദ്യത്തെ ദിനരാത്രങ്ങളിൽ വലിയ ആവേശം കാണിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ആദ്യത്തെ 10 അങ്ങട് കഴിയുമ്പോഴേക്കും ആ ആവേശം കുറയുന്നതായി കാണാൻ പറ്റും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരിതിനെ എങ്ങനെ അവസാനിപ്പിച്ചു എന്ന് കൃത്യമായി പരിശോധിച്ചതിന്റെ ശേഷം മാത്രമേ നമുക്ക് കൂലി തരൂ. മനുഷ്യന്റെ ജീവിതം അങ്ങനെ തന്നെയാണ്. കുറെ കാലം നന്മ ചെയ്തു അവസാനം മരിക്കുന്നത് ഒരു മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ, ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണെങ്കിൽ, ആ പര്യവസാനത്തെ പറ്റി റസൂലുള്ളാഹി പഠിച്ചത് സൂഉൽ ഖാത്തിമ, മോശപ്പെട്ട പര്യവസാനം. ഈ രൂപത്തിൽ ഒരുമിച്ച് കൂടുന്ന സദസ്സിന്റെ കൂലിയായി അവസാനം ഈ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ മലക്കിന്റെ ആഹ്വാനം ഉണ്ടാകുമെന്നാണ്. പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിക്കൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കൊള്ളുക. ആ ഒരു ആഹ്വാനത്തിനും ആ പാപമോചനത്തിനും വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്.
വിജയത്തിന്റെ നേർപഥം എന്നാണ് നമ്മുടെ വിഷയം. വളരെ ചുരുക്കിക്കൊണ്ട് വിഷയത്തിലേക്ക് നേരിട്ട് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും അന്തിമ വിജയം വരിക്കുക എന്നുള്ളതാണ്. വിജയം എന്ന വാക്കിന് മലയാള പദത്തിന് അറബിയിൽ ഫത്ഹ് എന്നും ഫൗസ് എന്നും ഫലാഹ് എന്നും വാക്കുകൾ നമുക്ക് പകരം വെക്കാൻ കഴിയും. എന്നാൽ ദുനിയാവിന്റെ വിജയങ്ങൾക്ക് മാത്രമേ നമുക്ക് ഫത്ഹ് എന്ന് പറയാൻ കഴിയൂ. ആഖിറത്തിന്റെ വിജയത്തിന് ഫൗസ് എന്ന് പറയും. ദുനിയാവിലും ആഖിറത്തിലും വിജയം വരിക്കുന്നതിനാണ് ഫലാഹ് എന്ന് പറയുക. അപ്പൊ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടിക്കൊണ്ടിരിക്കുന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ ഞങ്ങൾക്ക് നന്മ കൊണ്ട് റബ്ബേ എന്നുള്ളതാണ്. അപ്പൊ ദുനിയാവും ആഖിറവും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. ആർക്കാണ് ആ വിജയത്തിന്റെ വഴി നേടിയെടുക്കാൻ കഴിയുക? അല്ലെങ്കിൽ ആ വഴിയിലാകാനുള്ള ഏതെല്ലാം ക്വാളിറ്റികളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ, നമുക്കറിയാം, അള്ളാഹു നൽകിയ ജീവിതത്തിന്റെ ദിനരാത്രങ്ങൾ ആയുസ്സിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ദുനിയാവിൽ നാം കഷ്ടപ്പെട്ടതിന്റെയും വിശ്വസിച്ചതിന്റെയും പ്രവർത്തിച്ചതിന്റെയും നമ്മുടെ നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും നമ്മുടെ സക്കാത്തിന്റെയും സ്വതക്കയുടെയും ഉൾപ്പെടെ എല്ലാ സൽക്കർമ്മങ്ങളും ഇത് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത് അള്ളാഹു സ്വീകരിച്ചു എന്നറിയാൻ നമുക്ക് എന്താണ് മാർഗം? ഈ ദുനിയാവിൽ നമുക്ക് യാതൊരു മാർഗങ്ങളുമില്ല. എന്നാൽ ഒരു മനുഷ്യൻ ആദ്യമായി ഇത് തിരിച്ചറിയുന്ന സന്ദർഭം അയാളുടെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ കാണുന്ന സന്ദർഭത്തിലാണ്. ഹദീസുകളിൽ നമുക്ക് കാണാം, നമുക്കൊക്കെ അറിയുന്നതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അനുഭവിച്ച വേദനയാണ് മരണത്തിന്റെ വേദന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവസാന നിമിഷങ്ങളിൽ തൻ്റെ അടുത്തുള്ള തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് തൻ്റെ നെറ്റിത്തടം തടവിയിട്ട് തൻ്റെ വിശ്വാസവും തൻ്റെ ജീവിതവും മുഴുവനും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മരണത്തിന്റെ വേദന പോലും ഈ സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ടാണ് കടന്നു പോകുന്നത്. യാ ആയിഷ ഇന്നൽ മൗതി സകറാത്ത്. ആയിഷ, നിശ്ചയമായും മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത പ്രയാസമുണ്ട് ആയിഷ. ഈ രൂപത്തിൽ ആ പ്രയാസത്തെ പോലും നമുക്ക് പകർന്നു തന്ന റസൂലുള്ളാഹ് ആ മരണത്തിന്റെ നേരത്ത് വരുന്ന മലക്കുകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിശ്വാസികളാണ് മരണപ്പെടുന്നതെങ്കിൽ, കുഫാറുകളാണ്, ഫസിഖീകളാണ്, ളാലിമീങ്ങളാണ് മരണപ്പെടുന്നതെങ്കിൽ വരുന്ന മലക്കുകളുടെ രൂപം പോലും സൂദൽ വുജൂഹ്, കറുത്തിരുണ്ട മുഖമുള്ള മലക്കുകളാണ്. അവർ വേദനിപ്പിച്ചുകൊണ്ട് പ്രഹരിച്ചുകൊണ്ടാണ്. അവരെ കാണുന്ന മാത്രയിൽ തന്നെ റൂഹ് തന്റെ ശരീരത്തിൽ ഒളിക്കുമ്പോൾ ആ റൂഹിനെ അതാ റസൂലുള്ളാഹി ഉപമിച്ചതുപോലെയാണ് നനഞ്ഞതായ ഒരു പഞ്ഞിക്കെട്ടിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന ഒരു ഇരുമ്പിന്റെ കഷ്ണം എത്രമാത്രം പ്രയാസപ്പെട്ട് വലിച്ചെടുക്കുമോ അതുപോലെ മലക്കുകൾ ആ ശരീരത്തിൽ നിന്ന് റൂഹിനെ പ്രയാസത്തിനുമേൽ പ്രയാസമായി കൊണ്ടങ്ങ് വലിച്ചെടുക്കുമെന്നാണ്, വല്ലാതെ വേദനിപ്പിക്കുമെന്ന. എന്നാൽ ഒരു സത്യവിശ്വാസിയാണ് മരണപ്പെടുന്നതെങ്കിലോ ഈ വിജയത്തിന്റെ വഴിയിലൂടെ ജീവിച്ച്, വിജയത്തിന്റെ വിശ്വാസം സ്വീകരിച്ച്, വിജയത്തിന്റെ വഴിയിലൂടെ നടന്ന് ആ രൂപത്തിലാണ് റൂഹ് വേർപെട്ട് പോകുന്നതെങ്കിൽ ആ കടന്നു വരുന്ന മലക്കുകളുടെ രൂപം പോലും അതാ ബീളൽ വുജൂഹ്, വെളുത്ത മുഖമുള്ള മലക്കുകളാണ്. സ്വർഗീയ സുഗന്ധവുമായിട്ട് കടന്നു വരുന്നവരാണ്. മരിക്കാൻ നിൽക്കുന്നൊരു മനുഷ്യൻ, നമ്മളൊക്കെ കിടക്കാൻ വേണ്ടി കിടക്കപ്പായിലേക്ക് പോകുമ്പോൾ, നമ്മുടെ കട്ടിലിലേക്ക് ബെഡ്റൂമിലേക്ക് പോയി ചെരിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ ഭാര്യ തൊട്ടപ്പുറത്തുണ്ട്, ഏതാവശ്യത്തിനും നമുക്ക് വേണ്ട മക്കളിപ്പുറത്തുണ്ട്, വീട്ടുകാരൊക്കെയുണ്ട്. എന്നാൽ നമ്മുടെ റൂഹ് വേർപ്പെടുന്ന വേദന വരുന്ന സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിന്റെ പ്രത്യേകത നമ്മുടെ കൈയോ കാലോ ഒന്നും അനങ്ങില്ല. ഈവൻ നമുക്കൊന്ന് തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറപ്പെടുവിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ നാം അല്ലാഹുവുമായി മാത്രം ഇങ്ങനെ മുഖാമുഖം സന്ധിക്കുന്ന ആ ഒരു മരണത്തിന്റെ മാലാഖമായി മാത്രം മുഖാമുഖം സന്ധിക്കുന്ന ഒരു ഘട്ടം മനുഷ്യന്റെ ജീവിതത്തിൽ വരാനുണ്ട്. നാം പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ വാഖിഅയുടെ അവസാന ഭാഗങ്ങളിൽ നമുക്കത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫലൗലാ ഇദാ ബലഗതിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും
أنفسكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. ഇത് അല്ലാഹുവിന്റെ വെല്ലുവിളിയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഖുൽഖൂം, ആ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് വേർപ്പെടുന്ന സന്ദർഭത്തിൽ അതാ മനുഷ്യന്മാരങ്ങ് നോക്കി നിൽക്കുകയാണ്. ബാപ്പയുടെ 12 മക്കളുണ്ട്. സ്വാധീനമുള്ളവരാണ്, സമ്പത്തുള്ളവരാണ്, ആരോഗ്യമുള്ളവരാ. ബാപ്പ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴതാ മക്കൾക്ക് ചുറ്റുഭാഗത്തും നിന്നിങ്ങനെ നോക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ദുനിയാവിൽ ഒരു പ്രശ്നത്തിൽപ്പെട്ടപ്പോ, ഒരു പോലീസ് കേസ് വന്നപ്പോ, മറ്റു ബുദ്ധിമുട്ടുകൾ വന്നപ്പോ സഹായിക്കാൻ കൂട്ടുകാരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, എന്റെ സമ്പത്തുണ്ടായിരുന്നു, എന്റെ അധികാരമുണ്ടായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് യാത്ര തിരിക്കുമ്പോ എന്റെ മക്കളതാ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. വീട്ടിന്റെ മുറ്റത്ത് നിർത്തിയിട്ട BMW ഔഡി കാറും ഒക്കെ അവിടെയുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വിഷഗ്വരന്മാർ, ഡോക്ടർമാർ വന്നു പോയിട്ടുണ്ട്. അവര് കൈമലർത്തുകയാണ്. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ആർക്കാർക്കും ഒന്നും ചെയ്യാനില്ലാതെ റൂഹ് വേർപിരിയുന്ന ഘട്ടമുണ്ട്. അല്ലാഹു ചോദിക്കുകയാണോ, വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ അന്നേരം നോക്കിക്കൊണ്ടേയിരിക്കുന്നതാണോ? നോക്കുകയല്ലാതെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? എന്നിട്ട് അല്ലാഹു പറയുകയാണ്, തൊട്ടപ്പുറത്ത് വലതുഭാഗത്തും ഇടതുഭാഗത്തും നിൽക്കുന്ന മക്കളെക്കാളും അല്ലാഹു ആകുന്നു ആ മനുഷ്യനോട് ഏറ്റവും അടുത്തവൻ. നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ അറിയുന്നില്ല. അല്ലാഹു ആകുന്നു ആ മനുഷ്യനോട് ഏറ്റവും അടുത്തവൻ. എന്നിട്ട് അല്ലാഹുവിന്റെ വെല്ലുവിളിയാ, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. ആ പരലോകത്തെ വിചാരണ നേരിടാത്തവരാണ് നിങ്ങളെങ്കിൽ, അല്ലാഹുവിന്റെ വിചാരണയെ നിഷേധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, എന്തേ വിട പറയുന്ന റൂഹിനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്? അല്ലേ, അന്തം വിട്ട് നോക്കിക്കുക എന്നല്ലാതെ. പാപ്പയും വല്യാപ്പയൊക്കെ മരണപ്പെട്ടു പോകുമ്പോ, പ്രിയപ്പെട്ടവര് മരിക്കുമ്പോ, വേണ്ട, സ്വന്തം പ്രിയപ്പെട്ട കുഞ്ഞ് മരണപ്പെടുമ്പോ ഗദ്ഗതകണ്ഠനായിക്കൊണ്ട് നോക്കി നിൽക്കാനല്ലാതെ ആ ബാപ്പാക്ക് എന്താണ് കഴിയുക? ഒരാളെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ ആ മരണത്തിന്റെ സന്ദർഭത്തിലാണ് ഒരു മനുഷ്യൻ ഏറ്റവും അധികം പതറിപ്പോവാണ്. ദുനിയാവിൽ എല്ലാ പ്രതിസന്ധി വന്നപ്പോഴും ഇങ്ങനെ പന പോലെ നിന്ന മനുഷ്യന്മാർ വരെ മരണത്തിന്റെ ഘട്ടത്തിലാണ് പതറിപ്പോവാന്ന്. കാരണം ആരുമില്ല സഹായത്തിന്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഇണയെപ്പോലും വിളിക്കാൻ കഴിയുന്നില്ല, ആരും അറിയുന്നില്ല. ഞാൻ എൻ്റെ വേദന ഞാൻ മാത്രം അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരണത്തിന്റെ കുടുസതയെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആലോചിക്കുമ്പോൾ മാത്രമേ നമുക്ക് നന്നാവണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വരും. എൻ്റെ വിശ്വാസവും എൻ്റെ കർമ്മങ്ങളും ഈ ദുനിയാവ് മാത്രമല്ല, ഇവിടുന്ന് എപ്പോൾ വേണമെങ്കിലും പോകേണ്ടി വരുന്നുള്ള ഒരു ചിന്ത മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നെങ്കിലേ നമ്മൾ നന്നാവും. അല്ലെങ്കിൽ നമ്മൾ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാലത്തിനനുസരിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും അധികം പേടിക്കുന്ന, ഭയപ്പെടുന്ന, ഒറ്റപ്പെടുന്ന ആ മരണത്തിന്റെ ഘട്ടത്തിൽ അള്ളാഹു പറഞ്ഞയക്കുന്ന മലക്കുകളുടെ സമാശ്വാസം ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. മലക്കുകൾ നമ്മളുടെ മുമ്പിൽ സുന്ദരന്മാരായി വന്നിട്ട് നമ്മളിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. അങ്ങനത്തെ ഒരു മരണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? അതാണ് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഫുസ്സിലത്തിൽ ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത്. ഈ വിജയ വഴിയിലൂടെ നടക്കുന്നവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, നിശ്ചയമായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് സധൈര്യം പ്രഖ്യാപിച്ചവർ, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചവർ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും പേരിൽ നിന്നും ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും ഒക്കെ ഒഴിവാക്കുന്നവരെ പറ്റിയല്ല, അന്തസ്സോടെ ഇസ്സത്തോടെ ഏത് ഫാഷിസത്തിന്റെ ഏത് തമ്പുരാൻ ഭരണകർത്താവായി വന്നാലും അവരുടെ മുന്നിൽ ധൈര്യത്തോടു കൂടി പറയുകയാണോ, എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാ, ഞാനൊരു മുസ്ലിമാ. അങ്ങനെ ഇസ്സത്തുള്ളവനുണ്ടോ?
പറഞ്ഞാൽ മാത്രം പോരുക, ആ പറഞ്ഞ വാക്കിനോട് നേര് പുലർത്തുന്നവനാണോ എന്ന് അല്ലാഹ് പരീക്ഷിക്കും. സുമ്മസ്തഖാമൂ, പിന്നീട് ആ പറഞ്ഞതിനോട് നേര് പുലർത്തിക്കൊണ്ട് ഇസ്തിഖാമത്തോടുകൂടെ ചൊവ്വായി നേരായ വഴിയിലൂടെ ജീവിതം തീർത്തവനുണ്ടോ അവന് ലഭിക്കുന്നതെന്താ? തതനസ്സലു അലൈഹിമുൽ മലായിക, അവന്റെ മരണത്തിന്റെ സന്ദർഭത്തിലതാ അവനിലേക്ക് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ആ മലക്കുകൾ അതാ ഭയന്നുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോട് പറയുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നീ ഭയപ്പെടേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതുമില്ല. വഅബ്ശിറൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, അല്ലാഹ് നിനക്കൊരുക്കിയ സ്വർഗ്ഗത്തെ ഓർത്ത് നീ സന്തോഷിച്ചോ. നീ പ്രയാസപ്പെടണ്ട, നീ ടെൻഷൻ അടിക്കണ്ട, നീ വിഷമിക്കേണ്ട, ഭയപ്പെടേണ്ട, യാതൊരു നിലക്കും ബുദ്ധിമുട്ടേണ്ടതില്ല. നിന്റെ മരണത്തിന് ശേഷം ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിലേക്കാണ് നിന്നെ അല്ലാഹ് വിളിക്കുന്നത്. അതുകൊണ്ട് നീ സന്തോഷിച്ചോളൂ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങളാണ് നിങ്ങളുടെ ഔലിയാക്കൾ, നിന്റെ ഔലിയാക്കൾ ഞങ്ങളാണെന്ന് മലക്കുകൾ പറയുകയാണ്. മാത്രമല്ല വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, ആ സ്വർഗ്ഗമുണ്ടല്ലോ, അല്ലാഹ് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗമുണ്ടല്ലോ, അവിടെ നിങ്ങൾ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുന്നതാ. തീർന്നില്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് മുഴുവനും അവിടെയുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, പരമകാരുണ്യവാനായ പാപം പൊറുക്കുന്ന അല്ലാഹുവിന്റെ വിരുന്ന് സൽക്കാരമത്രേയത്. അല്ലാഹ് പറയാ, ഇതാണ് വിജയത്തിന്റെ നേർപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന ആശ്വാസം, ആ മനുഷ്യന് ലഭിക്കുന്ന ആഖിറത്തിലെ വിഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരാണ്. അപ്പൊ ആ ഒരു ഇസ്തിഖാമ എന്നാണ് നമ്മൾ ഇതിന് പറയാ. നേരായ വക്രതയില്ലാത്ത നേർപഥത്തെ സംജ്ഞാപദമായി നാം മനസ്സിലാക്കേണ്ടത് അൽ ഇസ്തിഖാമ എന്നുള്ളതാണ്. അപ്പൊ ആ ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അഹദൻ ഗൈറക, എനിക്ക് ഇസ്ലാമിലെ ഒരു കാര്യം താങ്കൾ എനിക്ക് വളരെ ഹ്രസ്വമായി പറഞ്ഞു തരണം. ആ വിഷയത്തെക്കുറിച്ച് താങ്കളോടല്ലാതെ മറ്റൊരാളോടും എനിക്ക് ചോദിക്കേണ്ടതില്ലാത്ത വണ്ണം ലളിതമായി ഇസ്ലാമിനെ എനിക്കൊന്ന് വിശദീകരിച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, നീ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക, ഞാനൊരു സത്യവിശ്വാസിയാണ് എന്ന് നീ പ്രഖ്യാപിക്കുക. സുമ്മസ്തഖിം, പിന്നെ ആ പ്രഖ്യാപനത്തോട് നേര് പുലർത്തിക്കൊണ്ട് ചൊവ്വായ വഴിയിലൂടെ മാത്രം നീ സഞ്ചരിക്കുകയും ചെയ്യുക. ഏതാണ് ആ വഴി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിക്കുകയാ. തന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, മണലിൽ ഒരുപാട് വഴികൾ ഇങ്ങനെ വരച്ചുകൊണ്ട് റസൂലുള്ള വിശദീകരിക്കുകയാ. ഒരു നേർരേഖ പ്രവാചകൻ വരച്ചു. അതിന്റെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ഒരുപാട് വളഞ്ഞ വരകളും റസൂലുള്ള വരച്ചു. എന്നിട്ട് റസൂലുള്ള തന്റെ വടി കൊണ്ട് ആ വളവില്ലാത്ത നേർരേഖയിൽ തന്റെ വടി ഇങ്ങനെ ചൂണ്ടി വെച്ചു. എന്നിട്ട് പറഞ്ഞു, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, നിശ്ചയമായും ഇതാകുന്നു എൻ്റെ നേർവഴി, ഇതാകുന്നു എൻ്റെ ഇസ്തിഖാമത്തിന്റെ പാത. സിറാത്തി മുസ്തഖീമാ ഫത്തബിഊ, അതുകൊണ്ട് ഈ വഴിയെ നിങ്ങളും അനുധാവനം ചെയ്യുക, ഈ വഴിയെ നിങ്ങളും നടക്കുക. വലാ തത്തബിഉ സുബുൽ, ഇതിന്റെ വലത്തോട്ടും ഇടത്തോട്ടും വരച്ച മറ്റൊരു വഴിയിലൂടെയും നിങ്ങൾ സഞ്ചരിക്കരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, ആരെങ്കിലും മറ്റേതെങ്കിലും വഴിയിലൂടെ നടന്നാൽ ഓരോ വഴിയിലും ആ വഴിയിലേക്ക് ക്ഷണിക്കുന്ന പിശാചുക്കളുണ്ട്, അവര് നിങ്ങളെ വഴിതെറ്റിക്കുന്നതാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഴി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന വഴി, അതാണ് വിജയത്തിന്റെ വഴി. ഇതാണ് നമ്മൾ ഓരോ ദിവസവും
പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ അതിങ്ങനെ നിസ്കാരത്തിന് നിൽക്കുമ്പോൾ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഇസ്തിഖാമത്തിന്റെ വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണേ, നേരായ വക്രതയില്ലാത്ത വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. പടച്ചവനോട് നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുക. ഇത് പറയുമ്പോൾ അള്ളാഹ് തിരിച്ചെന്താ പറയുന്ന അറിയോ? വലിഅബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് അവന് ചോദിച്ചത് ഞാൻ നൽകുന്നതാ. ഇതൊരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുന്നത്. ഏതാണ് ആ കരാറ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹിനോട് നമ്മൾ പറയുകയാണോ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അല്ലേ? നിന്നെ മാത്രം, നിന്നോട് മാത്രം എന്ന് പറയുന്ന ആ ഒരു ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമുണ്ട് അള്ളാഹിനോട്. അപ്പൊ അത് പറയുമ്പോഴാണ് അള്ളാഹ് പറയുന്നത്, ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇനി നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് തരും. അപ്പോഴാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ചൊവ്വായ വഴിയിലേക്ക്, വക്രതയില്ലാത്ത, വളവില്ലാത്ത, പിഴച്ചു പോകാത്ത വഴിയിലേക്ക് ഞങ്ങൾ നീ വഴി ചേർക്കണേ അല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹ് അത് സ്വീകരിക്കുന്നത്. ഈ ആയത്തുണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹു അവിടുന്ന് വിശദീകരിക്കുന്നത്, ഇസ്തിഖാമത്ത് എന്ന പദത്തിന് അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണം, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹിലേക്കും ഒരു നിലക്കും തിരിഞ്ഞു നോക്കാതെ അല്ലാഹുവിൽ മാത്രം തവക്കുൽ ചെയ്തുകൊണ്ട് തന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും അല്ലാഹ് എന്നൊരു വിളിയല്ലാത്തൊരു വിളിയില്ല, ആ രൂപത്തിൽ ജീവിക്കുന്ന ജീവിതം എന്നാണ്. ഇതാണ് വിജയത്തിന്റെ വഴി. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞില്ലേ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, ഇല്ലാ വഹും മുശ്രികൂൻ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, അല്ലാഹുവിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല. വിശ്വാസികളെ പറ്റിയാ പറയുന്നത്, മുഅ്മിനീങ്ങളെ പറ്റിയാണ് അല്ലാഹ് പറയുന്നത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അല്ലാഹുവിൽ അധിക പേരും അതാ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണോ, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിന്റെ കൂടെ തന്നെ അവരുടെ ജീവിതത്തിൽ ശിർക്കുമുണ്ട്. അപ്പൊ അതുണ്ട് പ്രിയപ്പെട്ടവരെ, ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് തീരെ പറയാത്ത ആൾക്കാർക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നാന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. നമ്മളെ മനസ്സിലേ ഒരു മുശ്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആരാ വരിക? മുശ്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരാറ് മക്കയിലെ അബൂജഹലും മുത്തുബത്തും ഷെയ്ബത്തും ഒക്കെയാണ് നമ്മുടെ മനസ്സകങ്ങളിലേക്ക് കടന്നു വരിക. എന്നാൽ ആ മക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത കാലഘട്ടത്തിൽ ജീവിച്ച മുശ്രിക്കുകളാണ് ഈ അബൂജഹലും അബൂലഹബുമെല്ലാം. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അല്ലാഹനെ അറിയുമായിരുന്നില്ലേ? അവർ അല്ലാഹനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നില്ലേ? അല്ലാഹനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്നത്? അല്ല, അല്ലാഹനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാ റസൂലുള്ളാഹി വന്നത്? അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പഠിപ്പിക്കാൻ. ഞാനും എനിക്ക് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളലായ കാര്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ആരാധനക്കർഹൻ അല്ലാഹ് മാത്രം എന്നുള്ള ഈ മാത്രം പഠിപ്പിക്കാൻ. അവിടുത്തെ ആളുകൾ അള്ളാനെയും വിളിച്ചിരുന്നു, അള്ളാന്റെ കൂടെ മറ്റു പലരെയും വിളിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹ് ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ റസൂലുള്ളാന്റെ ഉപ്പാന്റെ പേരെന്താ? അബ്ദുള്ള എന്നാണ്. അള്ളാന്റെ അടിമ എന്നാണ്. അള്ളാനെ അറിയാത്ത അബ്ദുൽ മുത്തലിബ് ആയിരുന്നെങ്കിൽ മകന് അബ്ദുള്ള എന്ന് പേരിടോ? ഒരിക്കലും ഇടൂല. അപ്പൊ അബ്ദുൽ മുത്തലിബിന് അള്ളാനെ അറിയാമായിരുന്നു. പിന്നെ എവിടെയാ തെറ്റുപറ്റിയത്? അവർ അല്ലാഹുവിനെയും വിളിച്ചോ, അല്ലാഹുവിന്റെ കൂടെ ലാത്തയെ വിളിച്ചോ, ഉസ്സയെ വിളിച്ചോ, മനാത്തയെ വിളിച്ചോ, ഹുബ്ലിനെ വിളിച്ചോ. ആരയിലാത്തി ഉസ്സി മനാത്തി? നമ്മളെ മനസ്സിൽ എന്താ? വിഗ്രഹം. വിഗ്രഹം എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, വിഗ്രഹം ഇല്ലെങ്കിൽ ശിർക്കാവൂലേ? വിഗ്രഹം കൺമുന്നിൽ ഇല്ലെങ്കിൽ ശിർക്കാവൂലേ? നമ്മൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു
ദൈവത്തെ വിളിച്ച് നമ്മുടെ സഹോദര സമുദായങ്ങളൊക്കെ വിളിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തെ ഈ പള്ളിയിൽ ഇരുന്നു കൊണ്ട് വിളിച്ചാൽ അത് ശിർക്കാവൂലേ? നമ്മുടെ മുമ്പിൽ വിഗ്രഹം വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ആ ലാത്തയും ഉസ്സയും മനാത്തയും ഹുബുലുമൊക്കെ അവരുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ച സ്വാലിഹീങ്ങളായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. നല്ല മനുഷ്യന്മാരായിരുന്നു. ആ നല്ല മനുഷ്യന്മാരോടുള്ള ബഹുമാനവും ആദരവും കൂടി കൂടി പിന്നീട് അത് ആരാധനയായി മാറി. അങ്ങനെയാണ് ശിർക്ക് വന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കാണുക, പ്രവാചകരെ താങ്കൾ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുന്ന ലാത്തയെ വിളിക്കല്ലേ, ഉസ്സയെ വിളിക്കല്ലേ, വിഗ്രഹങ്ങളുടെ മുന്നിൽ സുജൂദ് ചെയ്യല്ലേ, അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം നിങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കണേ എന്ന് റസൂലുള്ള പ്രബോധനം ചെയ്ത സമൂഹത്തോട് പ്രവാചകരെ താങ്കളൊന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനിന്റെ വചനം, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. നബിയെ താങ്കൾ അവരോടൊന്ന് ചോദിക്കൂ നബിയെ, ആ മക്കക്കാരോട് താങ്കളൊന്ന് ചോദിക്കൂ നബിയെ. എന്താണ് ചോദിക്കേണ്ടതെന്നറിയുമോ? മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് മക്കക്കാരോട് താങ്കളൊന്ന് ചോദിക്കൂ നബിയെ. വസഖറ അശ്-ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതും കീഴ്പ്പെടുത്തിയതും ആരാണെന്ന് മക്കക്കാരോട്, ആളുകളോട് താങ്കളൊന്ന് ചോദിക്കൂ നബിയെ. എന്നിട്ട് അല്ലാഹ് തന്നെ പറയാണ്, അവരുടെ ഉത്തരം അല്ലാ എന്നല്ലാതെ വേറൊരു ഉത്തരം അവര് പറയില്ല. അബൂജഹലും പറയും അല്ലാ, അബൂലഹബും പറയും അല്ലാ, ഉത്ബത്തും പറയും അല്ലാ. പിന്നെ എങ്ങനെ അവര് മുശ്രിക്കീങ്ങളായി? ആകാശത്തെ സൃഷ്ടിച്ചത് അല്ലാ, ഭൂമിയെ സൃഷ്ടിച്ചത് അല്ലാ, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് അല്ലാ. പിന്നെന്തിനാ നിങ്ങൾ ലാത്തയെ വിളിക്കുന്നത് അബൂജഹലെ? എന്തിനാണ് ഉസ്സയെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ ഞങ്ങൾക്ക് അല്ലാഹുവിനോടുള്ള ശുപാർശകരാണോ? ഞങ്ങൾക്ക് അത്ര ക്വാളിറ്റി ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ശുപാർശ നടത്തുന്ന ഷഫീഉകളാണ് ലാത്തയും ഉസ്സയും എന്ന് പറഞ്ഞിട്ടാണ് ഒരു അവിടെയാണ് അള്ളാഹ് തിരുത്തിയത്. അത് ശിർക്കാണ്, അത് ശിർക്കാണ്. അള്ളാഹിനോട് മാത്രമല്ല അതൊരു വിളിയും പാടില്ല എന്ന് കൃത്യമായി അള്ളാഹ് പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ വിജയത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കാനുള്ള മാനദണ്ഡം അത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കറകളഞ്ഞ തൗഹീദാണ്. അള്ളാഹുവിന് പുറമെ മറ്റൊരു പടപ്പിനോട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പോലും, അത് ജിന്നാവട്ടെ, മലക്കാവട്ടെ, മരിച്ചുപോയ മഹാത്മാക്കളാവട്ടെ, ആരായിരുന്നാലും ശരി, അവരോട് ചോദിച്ചാൽ ആ വിളിക്കവർ ഉത്തരം നൽകും, എന്റെ പ്രാർത്ഥന അവർ സ്വീകരിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ അഖീദയിൽ ശിർക്ക് വന്നു, വിശ്വാസത്തിൽ ശിർക്ക് കലർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വിളി അല്ലാഹുവിനോട് മാത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ച ത്യാഗങ്ങൾ നമുക്ക് ചരിത്രത്തിൽ അറിയാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചെറുപ്പക്കാരനായ ഇബ്രാഹിം നബിയാണ് പരിചയപ്പെടുത്തുന്നത്. ഫത്തൻ എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്നറിയോ? ഈ വിഗ്രഹങ്ങൾക്കെതിരെ പ്രബോധനം ചെയ്യണം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മനുഷ്യരെ വിളിക്കണം. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ വിഗ്രഹങ്ങളെ വിളിച്ചിരുന്നു. മാത്രമല്ല സൂര്യനെയും ചന്ദ്രനെയും താരാപഥങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്ന ആളുകളാണ്. ഇവരോട് തൗഹീദ് പറയുമ്പോൾ ഒന്നാമത്തെ വെല്ലുവിളി, തന്റെ പിതാവ്, തന്റെ ബാപ്പ തന്നെ വിഗ്രഹങ്ങളെ നിർമ്മിക്കുകയും അത് കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ഒരു പൂജാരിയാണ്. എന്നാലോചിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുന്ന ഒരു പ്രവാചകന്റെ ബാപ്പ മുശ്രിക്കുകളുടെ നേതാവും വിഗ്രഹങ്ങളുടെ കച്ചവടക്കാരനുമാകുന്ന ഒരു അവസ്ഥയെ പറ്റി ആലോചിച്ചു. ആ ബാപ്പാനോട് പോലും സ്നേഹത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തന്റെ നാട്ടുകാരോട് മുഴുവനും, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കളെല്ലാം അത് മറഞ്ഞു പോകുന്നതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിക്കുന്നവനാണ്, അവൻ ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ് തൗഹീദ് പറഞ്ഞു കൊടുത്തപ്പോ ആ ഇബ്രാഹിം നബിക്ക് വേണ്ടി അവർ തയ്യാറാക്കിയത് ഒരു അഗ്നികുണ്ഡമാണ്. നമ്രൂദ് എന്ന് പറയുന്ന ഒരു ഫാഷിസ്റ്റ്, ഒരു കിരാതനായ ഭരണാധികാരി,
ആ ഭരണാധികാരിയുടെ മുന്നിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത ഇബ്രാഹിം നബി ആ ഇബ്രാഹിം നബിയെ കത്തിക്കാൻ വേണ്ടി വലിയൊരു തീക്കുണ്ടാരം ഒരുക്കുകയാണ്. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് ആ തീക്കുണ്ടാരത്തിലേക്ക് ആ കാലഘട്ടത്തിലെ ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകൾ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ തള്ളിപ്പറഞ്ഞ ഇബ്രാഹിമിനെ കത്തിക്കാൻ ഞങ്ങളുടെ വക 2 കെട്ട് വിറക് എന്ന് പറഞ്ഞവർ നേർച്ച ആക്കി എന്നുള്ളതാണ്. ദിവസങ്ങളോളം ആ തീ അങ്ങനെ ആളി കത്തിക്കപ്പെട്ടു. അതിന്റെ മുകളിലൂടെ ഒരു പറവ പറന്നുപോയാൽ അത് കരിഞ്ഞു വീഴുമാറ് വലിയ തീന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയാത്ത ചൂട്. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ ശിക്ഷിക്കുന്ന ദിവസം വന്നെത്തി. ജനസഹസ്രങ്ങൾ അത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടി. ഇബ്രാഹിമിന്റെ ശിക്ഷ നേരിൽ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ആളുകൾ ഒരുമിച്ചുകൂടി എന്നാണ്. അങ്ങനെ ഇബ്രാഹിം നബിയെ ആ തീയിലേക്ക് കൊണ്ടുചെന്നിടാൻ കഴിയില്ല, അത്രമാത്രം വലിയ ചൂടാണ്. എന്ത് ചെയ്യും? ഒരു അമ്പിൽ കെട്ടിക്കൊണ്ട് ഒരു വില്ലിൽ കൊരുത്ത് ഇബ്രാഹിം നബിയെ അമ്പെയ്തിട്ട് ആ തീയിലേക്ക് എത്തിക്കണം. നമുക്കറിയാം, ഏറ്റവും അധികം കത്തിക്കാൻ വേണ്ടിയിട്ട്, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുകയാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, നാളെ സ്വർഗ്ഗലോകത്ത് ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഈ ലോകത്ത് തൗഹീദിന് വേണ്ടി ജനസമൂഹത്തിന് മുന്നിൽ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ട ഇബ്രാഹിം നബിക്ക് നാളെ അള്ളാഹു കൊടുക്കുന്ന ആദരമാണ്. നാളെ സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് ഇബ്രാഹിം നബിക്കാണ്. ആ ഇബ്രാഹിം നബിയെ തീയിലേക്ക് എയ്തു വിടുന്ന ഒരു സന്ദർഭമുണ്ട്. നിമിഷാർത്ഥങ്ങൾ മാത്രം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആ തീയിലേക്ക് എത്തുന്ന ദൂരത്ത് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, ഇബ്രാഹിം, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? അനുവദിക്കപ്പെട്ട സഹായമാണ്, പ്രവാചകന്മാരാണ്, മുഅ്ജിസത്താണ്. എന്നിട്ട് പോലും തൗഹീദിന്റെ തവക്കുലിന്റെ പര്യായമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. നമ്മുടെ നെഞ്ചകം കൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വിശ്വാസവും പ്രഖ്യാപനവുമാണത്. അവിടുന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനം എന്താ? ആ ഒരു തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ പോലും അവിടുന്ന് പ്രഖ്യാപിച്ചത് ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹ് പോന്നവനാ. ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹ് മതി, എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹു പോന്നവനാണെന്ന പ്രഖ്യാപനമാ. ഈ ഒരു പ്രഖ്യാപനം അങ്ങ് കേൾക്കുമ്പോഴതാ അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിനോട് കൽപ്പിക്കുകയാ, യാ നാർ കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഓ തീയേ നീ ഇബ്രാഹിമിന് തണുപ്പാവുക, നീ ഇബ്രാഹിമിന് സമാധാനം നൽകുക. തീയിന്റെ പ്രകൃതമല്ല തണുപ്പും സമാധാനവും, തീ കരിക്കാനുള്ളതാണ്, ചൂടാണ് അതിന്റെ പ്രകൃതം. എന്നാൽ തീക്കതിന്റെ പ്രകൃതം നൽകിയ അല്ലാഹുവാണ് കൽപ്പിക്കുന്നത്, ഓ തീയേ നീ ഇബ്രാഹിമിന് തണുപ്പ് നൽകുക, നീ ഇബ്രാഹിമിന് സമാധാനം നൽകുക. ആ ജനസഹസ്രങ്ങളുടെ മുന്നിൽ തൗഹീദ് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യാതൊരു പോറലും ഏൽക്കാതെ അവിടുന്ന് രക്ഷപ്പെട്ടതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന, ആ വഴി തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് നൽകുന്ന സഹായം എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മൂസാ നബി അലൈഹി ഫിർഔനിന്റെ കൊടിയ പീഡനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട ആ ജനസമൂഹത്തെ, ആ ഇസ്രായേൽ സമൂഹത്തെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ അവർ ഓടിക്കൊണ്ട് ചെങ്കടലിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അവർ നോക്കുന്ന അകലത്ത് ഫിർഔനിനെയും പട്ടാളത്തെയും അവർ കണ്ടു. തൊട്ടു മുന്നിൽ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ ഇടമില്ലാത്തവണ്ണം ചെങ്കടലിന്റെ തിരമാലകളുമാണ്. ആ മനുഷ്യന്മാർ ഒന്നടങ്കം മൂസാ നബിയോട് പറഞ്ഞു, മൂസാ, നമ്മൾ കുടുങ്ങിപ്പോയല്ലോ, നമ്മൾ പെട്ടുപോയല്ലോ. ചെകുത്താനും കടലിനും ഇടയിലെന്ന് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന സമയങ്ങളാണ്. ഫിർഔനും പട്ടാളവും ഒരു ഭാഗത്തും, അതാ മറുഭാഗത്ത് ചെങ്കടലുമുണ്ട്. അവിടെ അതാ കുടുങ്ങിപ്പോയി എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ അതാ മൂസാ നബി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്, കല്ലാ
ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. അങ്ങനെ പറയല്ലേ, നിശ്ചയമായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ നമുക്കൊരു മാർഗം കാണിക്കുമെന്ന് പറയുമ്പോ അല്ലാഹ് പറയുകയാണ്, മൂസ തങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട് ചെങ്കടലിൽ അടിക്കുക. മൂസാ നബി അടിച്ചു. ചെങ്കടൽ 2 ഭാഗമായി മാറി നിന്നു. മൂസാ നബിയും അനുയായികളും രക്ഷപ്പെട്ടതും ഫിർഔനും കൂട്ടരും മുക്കി നശിപ്പിക്കപ്പെട്ടതും ഇന്നും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അധ്യായങ്ങളാൽ രേഖപ്പെട്ട് കിടക്കുന്ന സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ സഹായം. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നീനവ പ്രദേശത്തേക്ക് അല്ലാഹ് നിയോഗിച്ച പ്രവാചകനാണ് യൂനുസ് നബി. ആ യൂനുസ് നബി തന്റെ സമൂഹത്തെ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചു. ആരും വിശ്വസിക്കുന്നില്ല. നിരാശനായിക്കൊണ്ട് അദ്ദേഹം ആ സമൂഹത്തിൽ നിന്ന്, അല്ലാഹ് ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് തിരിച്ചു നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം യാത്ര പോകുമ്പോൾ കപ്പലിൽ നിന്ന് അദ്ദേഹത്തിനെ, ആ കപ്പൽ ഇങ്ങനെ ആടിയുലയുമ്പോ അതിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇടേണ്ട ഒരു അവസ്ഥ വരികയാണ്. കടലിൽ പതിക്കുന്ന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഒരു മത്സ്യം വിഴുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ റസൂലുള്ള സഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചരിത്രമാണ്. ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ മത്സ്യം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ മരണമല്ലാതെ, ആ ഇരുട്ടറക്കുള്ളിൽ മത്സ്യത്തിന്റെ വയറ്റിൽ, വായയിൽ മരണമല്ലാതെ മറ്റൊന്നും പതിയിരിക്കുന്നില്ല എന്നറിയാം. പക്ഷെ അവിടെ വെച്ചും യൂനുസ് നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അറ്റമില്ലാത്ത അക്രമം ചെയ്തു പോയ മനുഷ്യരോട്, അല്ലാഹുവിന്റെ അടിയാറുകളോട് പറയുക നബിയേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശ വേണ്ട. അല്ലാഹ് ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്നാണ് യൂനുസ് നബി തിരിച്ചുപോയത്. പക്ഷേ കുടുങ്ങിയ ഘട്ടത്തിൽ യൂനുസ് നബി അല്ലാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹുമില്ല അല്ലാഹ്, സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽപ്പെട്ടല്ലോ അല്ലാഹ്, നീ സഹായിക്കണേ റബ്ബേ. ഇതങ്ങ് പ്രാർത്ഥിക്കുമ്പോ അത്ഭുതങ്ങളിൽ മഹാത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. ആ മത്സ്യം അടുത്തേക്ക് നീങ്ങുകയും കരയോടടുത്ത ഭാഗത്തേക്ക് യൂനുസ് നബിയെ കക്കുകയാണ്, ഛർദ്ദിക്കുകയാണ്. യൂനുസ് നബി ജീവനോടെ പുറത്തു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എന്ന് പറഞ്ഞാൽ, ഒരു മുന്നിൽ ഒരു മല അങ്ങനെ വന്നു നിൽക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ മുന്നിൽ നിൽക്കുന്ന മല പോലും മാറി നിൽക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യാൻ, ഞാൻ അവസാനിപ്പിക്കുക, ഏതാനും മിനിറ്റുകൾ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. ആ സൂറത്തുൽ കഹ്ഫിൽ, ആ സൂറത്തിന്റെ പേര് തന്നെ ഗുഹ എന്നാണ്. അതിൽ ഗുഹാവാസികളായ ആളുകളെ പറ്റി പറയുന്നത് ചെറുപ്പക്കാരാണ്, യൂത്താണ്. ചില ചെറുപ്പക്കാരായ മനുഷ്യന്മാരെ പറ്റി അള്ളാഹ് പറയാം, അവർക്ക് അള്ളാഹ് കൊടുത്ത കറാമത്ത്, അള്ളാഹ് അവര് ആദരിച്ച ഒരു രീതിയുണ്ട്. സ്വന്തം നാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അങ്ങേയറ്റത്തെ സാഹചര്യം വന്നു. നാട്ടിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോരാണ്, നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ഗുഹയിൽ അവർ ഒളിച്ചു നിൽക്കുകയാണ്. ആ ഗുഹയിൽ വെച്ച് അള്ളാഹ് അവരെ ആദരിച്ചു, അള്ളാഹ് അവരെ ഉറക്കി. ഒരു കൊല്ലമല്ല, 300 വർഷം, 3 നൂറ്റാണ്ടാണ് ആ ചെറുപ്പക്കാർ അവിടെ കിടന്നുറങ്ങിയത്. ആലോചിച്ചു പ്രിയപ്പെട്ടു. അള്ളാഹ് ഒരു മനുഷ്യനെ ആദരിച്ചാൽ അയാൾക്ക് അത്ഭുതങ്ങളിൽ മഹാത്ഭുതം കൊണ്ട് അള്ളാഹ് അവരെ സഹായിക്കുന്നുള്ളതാണ്. വേറൊരു കൂട്ടം ചെറുപ്പക്കാരെ പറ്റി, ഒരു 3 ചെറുപ്പക്കാരെ പറ്റി ഹദീസുകളിൽ നമുക്ക് കാണാം. അവരിതുപോലൊരു ഗുഹയിൽ അകപ്പെട്ടു. ഗുഹാമുഖം ഒരു പാറക്കല്ല് വന്ന് മൂടി. ആ ഗുഹ മൂടിയപ്പോ ആ 3 മനുഷ്യന്മാർ ചെയ്തതെന്നറിയോ? തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് അള്ളാന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ മുൻനിർത്തി അവർ അള്ളാഹിനോട് ഓരോരുത്തരും പ്രാർത്ഥിച്ചു. ഒരാൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, പടച്ചോനെ, എൻ്റെ ബാപ്പയെയും ഉമ്മയെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ ഒരുപക്ഷെ ക്ഷീണം കൊണ്ട് അവർ കിടന്നിട്ടുണ്ടാവും. എങ്കിലും ഞാൻ ആ പാല് കറന്ന് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്തതിന് ശേഷമേ എൻ്റെ മക്കൾക്ക് പോലും ഞാൻ കൊടുക്കാറുള്ളൂ. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും നല്ല ഉറക്കത്തിലാണ്. അവരുടെ ഉറക്കം അത് ഒരു പ്രയാസമാക്കരുതെന്ന് വിചാരിച്ച് അവർ ഉണരുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. എൻ്റെ മക്കൾ ഇങ്ങനെ വിശന്ന് കരയുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഇത് കൊടുക്കാതെ മറ്റൊരാൾക്കും കൊടുക്കാൻ എൻ്റെ മനസ്സനുവദിച്ചു.
അനുവദിച്ചില്ല. അങ്ങനെ അവർ ഉണർന്നു. അവരെ കുടിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും പോലും പാല് കുടിപ്പിച്ചത്. റബ്ബേ, ഞാനിത് ചെയ്തത് നിന്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചിട്ടാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ കുടുങ്ങിയ കുടുക്കിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരൊറ്റ പ്രാർത്ഥനയാണ്. ആ ഗുഹന്റെ മുഖത്ത് നിന്ന് പാറക്കല്ല് മാറി നിന്നു. അപ്പോഴും 3 ആൾക്ക് കടക്കാനായിട്ടില്ല. ബാക്കി 2 പേരും അവരുടെ ജീവിതത്തിൽ ഇതുപോലെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരു പ്രയാസത്തിൽ പെട്ടുപോയാലേ, എൻ്റെ ജീവിതത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതെന്ന് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഉണ്ടോ? അത് നേടിയെടുക്കാനാവണം ഈ റമദാൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു ഉദാഹരണം കൂടി മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുമ്പോൾ മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് വലിയ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടാണ് ഹിജറ പോകുന്നത്. സൗർ ഗുഹയിൽ അവരിയ്ക്കുന്ന സന്ദർഭത്തിൽ പട്ടാളം അതിന് തൊട്ട് മുന്നിൽ വരെ എത്തിയെന്നാണ്. തൊട്ട് മുന്നിൽ വരെ പട്ടാളം എത്തി. അവരൊന്ന് കുനിഞ്ഞാൽ റസൂലിനെ കാണും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം. അദ്ദേഹം പറയാണ്, അവരൊന്ന് കുനിഞ്ഞാൽ റസൂലിനെ കാണും എന്ന രൂപത്തിൽ അവർ മുന്നിൽ വന്നു നിന്നു. വല്ലാത്ത ബേജാറോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ എങ്ങനെ പിടിച്ചു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബേജാറ് ഒരിക്കലും തന്നെ കുറിച്ച് ഓർത്തല്ല, തന്റെ ജീവിതം നഷ്ടപ്പെടുമെന്ന ഭീതിയുമല്ല. തന്റെ തൊട്ടടുത്തിരിക്കുന്ന പ്രവാചകനെ അവർ കണ്ടാൽ ആ പ്രവാചകന്റെ ജീവൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ എന്ന പേടിയാലാണ് അദ്ദേഹം പ്രവാചകനെ പിടിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗുഹയിൽ ഇരുന്നു കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മാ വന്നുക യാ അബൂബക്കർ ബിഇസ്നി അല്ലാഹു സാലിസുഹുമാ. 2 പേരിൽ 3-ാമനായി അല്ലാഹു ഉള്ള ഈ 2 പേരെ കുറിച്ച് താങ്കൾ എന്താണ് ചിന്തിക്കുന്നത് അബൂബക്കറെ? ഇന്നല്ലാഹ മഅനാ, നിശ്ചയമായും അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ആ മനുഷ്യന്മാർ, ആ ഗുഹയുടെ മുന്നിലെത്തിയ പട്ടാളം കുനിയാൻ അവർക്ക് തോന്നിയില്ല. അല്ലാഹ് തോന്നിപ്പിച്ചില്ല. അതാണ് അല്ലാഹുവിന്റെ സഹായം. ഒന്ന് കുനിഞ്ഞിരുന്നെങ്കിൽ റസൂലിനെ കാണാമായിരുന്നു. കുനിയാൻ അവർക്ക് തോന്നിയില്ല. അവരന്ന് പറഞ്ഞയച്ചു, തിരിച്ചു പറഞ്ഞയച്ചു. ഇതാണ് അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആ വഴിയിലൂടെ അങ്ങനെ നേർമാർഗത്തിലൂടെ നടക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും എന്തു പറയുന്നു, അവിടെയാണ് ഒരു മനുഷ്യന്റെ ആദർശത്തെ നിലയുറപ്പിക്കേണ്ടത്. ആ വഴി തന്നെയാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്ന നേർവഴി എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരു മനുഷ്യന്റെ ഹൃദയം ഇസ്തിഖാമത്തിലാവാതെ, ഹൃദയം ശരിയാവാതെ അവന്റെ ഈമാൻ ഒരു കാലത്തും ശരിയാവുകയില്ല. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. അവന്റെ നാവ് നന്നാവാത്ത കാലത്തോളം അവന്റെ ഹൃദയവും നന്നാവുകയില്ല. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻത റബ്ബുനാ ഫർസുഖ്നൽ ഇസ്തിഖാമ. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് നീ നേരായ വഴി നൽകി അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആ ഒരു വഴിയിൽ തന്നെ, ആ ഒരു ഫിർഖത്തുൻ നാജിയയിൽ തന്നെ ചേർക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുക. വഴിപിഴവിന്റെ, ഒരുപാട് വ്യതിയാനത്തിന്റെ ആദർശങ്ങൾ ഓരോ ദിവസവും പലതിലൂടെയും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും നല്ലതല്ലേ പറയണത്, എല്ലാം നല്ലതല്ലേ എന്നതിന്റെ അപ്പുറത്ത് പരിശുദ്ധ ഖുർആനിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളോടും ശരിയായ നിലപാടുകൾ സ്വീകരിക്കുന്നവരുടെ പാതയിൽ നമ്മൾ ഉണ്ടാവുക. സ്വർഗം ലഭിക്കുന്ന ആളുകളുടെ വഴിയായി പ്രവാചകൻ പഠിപ്പിച്ചത്, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. ഇന്ന് ഞാനും എൻ്റെ സ്വഹാബത്തും ഏത് വിശ്വാസത്തിലാണോ, ഏതേത് പ്രവർത്തനങ്ങളിലാണോ, അതേ വിശ്വാസത്തോടുകൂടി, അതേ പ്രവർത്തനങ്ങളോടുകൂടി ആരൊക്കെയുണ്ടോ അവരാണ് ഫിർഖത്തുൻ നാജിയ, അവരാണ് സ്വർഗാവകാശികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗാവകാശികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ച എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ ഫദ്ല് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണേ റഹ്മാനെ. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ വിട്ടുപോയതാണ്. ഈ പള്ളി ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കാണുന്നത്. അൽഹംദുലില്ലാഹ്, നല്ല രൂപത്തിലായിട്ടുണ്ട്. ഇപ്പോഴും പല പണികളൊക്കെ പല ഭാഗത്ത് നടക്കുകയാണ്. ഇവിടെ നിന്ന് സൂചിപ്പിക്കപ്പെട്ടു, ഇനി AC യും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്
ഒരുപാട് സംഗതികളൊക്കെ കടന്നു വരുന്നു. നമുക്കറിയാം, ഒരുപാട് വരുമാനങ്ങളൊന്നുമില്ലാത്ത ഒരു പള്ളിയാണ്. അപ്പൊ നമ്മൾ എന്താണോ നമ്മുടെ പള്ളിയിലേക്ക് നൽകുന്നത് അത് തന്നെയാണ് ഈ പള്ളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്കുള്ളത്. ഇത്രയും അധികം AC-കളൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്താൽ ഒരു മാസം വരുന്ന കറണ്ട് ബില്ല് തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ കൊടുത്തെങ്കിൽ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തിൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയായിരുന്നു സ്വതക്കയുടെ വിഷയത്തിൽ. മാത്രമല്ല, പള്ളികളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് സ്വതക്കത്തുൻ ജാരിയ എന്ന് പറയുന്ന ഇനത്തിൽ വരുന്ന, ആ രൂപത്തിൽ നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ മരിച്ചാലും ഖബറിലേക്ക് നമുക്ക് കൂലി കിട്ടുന്ന അമലാണെന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്ത് ഈ പള്ളിയെയും ഈ സംവിധാനത്തെയും ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുപോകാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ആ രൂപത്തിലൊക്കെ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ എണ്ണിയത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ് എന്നാണ്. പള്ളിയുമായി ഹൃദയത്തെ ബന്ധിപ്പിച്ച മനുഷ്യൻ, അത് സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും എല്ലാ അർത്ഥത്തിലും പള്ളിയുമായി ഹൃദയബന്ധമുള്ളവൻ എന്നാണ്. അപ്പൊ അതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.